സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലുള്ളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓണം സ്പെഷ്യൽ സീരീസാണ് അത്തം 10 ക്രാഫ്റ്റ് ഓണം. അതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള പിഡിലൈറ്റിൻ്റെ ഒരു കോംബോ കിറ്റ് അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂ ആണ്. ഈ കോംബോ കിറ്റിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്വിക്ക് വ്യൂ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇതിൽ ആദ്യത്തെ ഐറ്റം വരുന്നത് ഫൈൻ ആർട്ടിൻ്റെ ഒരു ക്യാൻവാസ് ബോർഡാണ്. അതിൻ്റെ മെഷർമെൻറ്റ് അതിൻ്റെ പുറകിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ക്യാൻവാസ് ബോർഡ് അത്രയേ ഉള്ളൂ. അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇത്രയാണ്. ഒത്തിരി വലിയൊരു ബോർഡൊന്നുമല്ല, ചെറിയൊരു ക്യാൻവാസ് ബോർഡ്. നെക്സ്റ്റ് വരുന്നത് ഫൈൻ ആർട്ടിൻ്റെ തന്നെ ഒരു ബ്രഷാണ്. ബ്രഷിൻ്റെ നമ്പർ വന്നിരിക്കുന്നത് 04 ആണ്. അങ്ങനെ ഒരു ബ്രഷാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബ്രഷാണ്. നെക്സ്റ്റ് വരുന്നത് ഫെവിക്രിലിൻ്റെ തന്നെ ഗ്ലാസ് കളേഴ്സാണ്. അത് 6 ഷെയ്ഡ്സിൻ്റെ ഒരു ചെറിയ ബോക്സാണ്. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കളേഴ്സാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. നെറ്റ് ക്വാണ്ടിറ്റി 75 ml 6 ഷെയ്ഡുള്ള ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലാസ് ലൈനർ വരുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്ലാസ് ലൈനർ ആയിരിക്കും ഗ്ലാസ് കളേഴ്സിൻ്റെ കൂടെ വരുന്നത്. ഇതതിൻ്റെ ക്യാപ്പാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതാണ് 6 ഗ്ലാസ് കളേഴ്സ് വരുന്നത്. അത് ഓരോന്നിൻ്റെയും കളറ് പിങ്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, സീ ബ്ലൂ വരുന്നുണ്ട്, ക്രിംസൺ ഗ്രീൻ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ 6 ഷെയ്ഡാണ് ഗ്ലാസ് കളേഴ്സ് വന്നിട്ടുള്ളത്. വാട്ടർ ബേസ്ഡ് ആണ് വന്നിരിക്കുന്ന ഗ്ലാസ് കളേഴ്സ്. അടുത്ത ഐറ്റം വന്നിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ തന്നെ 3D ഔട്ട്ലൈനേഴ്സാണ്. 3D ഔട്ട്ലൈനേഴ്സ് നമ്മൾ പലപ്പോഴും ഗ്ലാസ് ലൈനറിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ബോട്ടിലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 3D ഔട്ട്ലൈനേഴ്സ്. അത് ഒരു 5 3D ഔട്ട്ലൈനേഴ്സും അതുപോലെ തന്നെ അത് ഗ്ലിറ്റർ ഇഫക്റ്റ് വരുന്ന 5 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ട് വരുന്ന പ്ലെയിനായിട്ട് വരുന്ന 5 ലൈനേഴ്സും, അങ്ങനെ ടോട്ടൽ 10 ലൈനേഴ്സാണ് ഈ ഒരു സെറ്റിലുള്ളത്. അതിൻ്റെ കളേഴ്സ് വരുന്നത് ഈ കാണിച്ചിരിക്കുന്ന പ്രകാരമാണ്. ഇത് നമുക്ക് ഈവൻ ക്ലോത്തിൽ പോലും നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകത്തൊന്നുമില്ല. സോഫ്റ്റായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്താലൊന്നും അത് പോവില്ല. നല്ലൊരു 3D എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 3D എഫക്റ്റിലിരിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ, ക്രാഫ്റ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് 3D ഔട്ട്ലൈനേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഐറ്റം വരുന്നത് ഫെവിക്രിലിൻ്റെ തന്നെ അക്രലിക് കളേഴ്സിൻ്റെ 10 ഷെയ്ഡ്സിൻ്റെ ഒരു ബോക്സാണ്. ഇത് ഒരു ബോക്സിൽ ഒരെണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 15 ml ബോട്ടിലാണ് വരുന്നത്. അതിൽ 10 കളേഴ്സ് ഉണ്ടായിരിക്കും. ഇത് നോർമൽ അക്രലിക് കളേഴ്സാണ്. സൺഫ്ലവർ കിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്, ഈ ഒരു ബോക്സിൻ്റെ പേര് വരുന്നത്. ഇതിൽ നിന്നൊക്കെ ഈ ഷീറ്റിൽ കളർ മിക്സിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു സ്കെച്ച് തന്നിട്ടുണ്ട് നമുക്കത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇതാണ് ആ ഒരു 10 ഷെയ്ഡ്സ് വരുന്നത്. ഇത് ഓരോ ഷെയ്ഡ്സിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല. ഇതിൽ കാണിച്ചിരിക്കുന്ന 10 ഷെയ്ഡ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. നോർമൽ സൺഫ്ലവർ കിറ്റ് എന്ന് പറയും. ഫെവിക്രിലിൻ്റെ സൺഫ്ലവർ കിറ്റ് നോർമൽ അക്രിലിക് കളേഴ്സാണ്. 15 ml ആയിരിക്കും ഒരു ബോട്ടിലിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്.
അടുത്ത ബോക്സ് വന്നിരിക്കുന്നത് അക്രിലിക് കളേഴ്സാണ്. എനിക്ക് ഈ ഒരു കിറ്റിൽ എനിക്ക് ആകെ കൂടി ഇഷ്ടപ്പെടാതിരുന്ന ഒരു ഐറ്റം ഇതാണ്. കാരണം ഇത് തന്നെയാണ് നമ്മൾക്ക് 10 ഷെയ്ഡ്സിൽ തന്നിട്ടുള്ള ഷെയ്ഡിൽ നിന്ന് തന്നെയുള്ള 6 ഷെയ്ഡ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള 6 ഷെയ്ഡും പോരാഞ്ഞിട്ട് 4 ഷെയ്ഡും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് ഇതിന് തൊട്ട് മുന്നേ കാണിച്ച ആ ഒരു ബോക്സ്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഐറ്റം അവർക്ക് ഇൻക്ലൂഡ് ആക്കാമായിരുന്നു ആ റേറ്റ് തന്നെ വരുന്നത്. ഇതൊരു ഉപയോഗമില്ലാത്തൊരു ഐറ്റം പോലെയായി. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ എന്നാലും ഓൾറെഡി നമുക്ക് ആ ഒരു 10 ഷെയ്ഡ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, കളർ തന്നെ സെയിം കളേഴ്സാണ്. ആകെ കൂടെ ഇത് 10 ml മറ്റേത് 15 ml ആണ് ക്വാണ്ടിറ്റി. ബോക്സിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അടുത്ത ഐറ്റം വരുന്നത് പേൾ മെറ്റാലിക് കളേഴ്സാണ്. ഇത് 4 എണ്ണത്തിൻ്റെ സെറ്റാണ്. നോർമൽ വരുന്ന 4 ഷെയ്ഡ്സാണ്. മെറ്റാലിക് ഷെയ്ഡ്സ് 4 എണ്ണം വന്നിരിക്കുന്നത്. സിൽവർ വരും, ഗോൾഡ് വരും, ബ്രോൺസ് വരും, അതുപോലെ തന്നെ കോപ്പർ വരും. അങ്ങനെ 4 ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത്. 10 ml ബോക്സാണ് മീൻസ് ബോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് ഉപകാരമുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ചത് മാത്രമാണ് ഒരു മിസ്മാച്ച് ആയിട്ട് എനിക്ക് ഈ ഒരു കിറ്റിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതാണ് നമുക്ക് ആ കിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു കമ്പാരിസൺ പോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇൻഡിവിജ്വലി നമുക്ക് ഈ ഓരോ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ കിട്ടുന്ന MRP റേറ്റും അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു റേറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ കോംബോ കിറ്റായിട്ട് മേടിക്കുമ്പോൾ വരുന്ന റേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു പ്രോഫിറ്റബിളാണ്, നല്ലൊരു വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിലാകെ കൂടി ഒരു കിറ്റിൽ എനിക്ക് ആകെ കൂടെ ഒരു മിസ്മാച്ചായിട്ട് തോന്നിയത് അക്രിലിക് കളേഴ്സിൻ്റെ ആ 2 സെറ്റ് ഇൻക്ലൂഡ് ചെയ്തതിന് പകരം 6 ഷെയ്ഡിൻ്റെ അക്രിലിക് കളറിന് പകരം വേറൊരു ഐറ്റം അവർക്ക് പിഡിലൈറ്റിൻ്റെ തന്നെ വേറൊരു ഐറ്റം അവർക്ക് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ വാങ്ങുന്നവർക്ക് കുറേയും കൂടെ ബെനിഫിറ്റായിട്ട് ഉണ്ടാകുമായിരിക്കും എന്ന് തോന്നി. റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻഡിവിജ്വൽ പീസ് വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും പ്രോഫിറ്റബിളായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ കിറ്റിൽ ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റുകളായിരിക്കും ഈ ഒരു 10 ദിവസം വരുന്നത്. 10 ക്രാഫ്റ്റ് ഓണം എന്നാണ് നമ്മുടെ സീരീസിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ എല്ലാവരും തുടർന്നും കാണുക. താങ്ക്